എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഞാൻ 2 ദിവസത്തേക്ക് വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ഒന്ന് മുങ്ങി. എങ്ങോട്ടാന്നല്ലേ? അപ്പൂൻ്റെ കൂടെ ജർമ്മനിയിലോട്ടാണ്. അപ്പൂൻ്റെ ഓഫീസ് ഇവിടെ ജർമ്മനിയിൽ കൊളോണിനടുത്ത് ഹെർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു സിറ്റിയിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുള്ളൂ. അപ്പോൾ മാസത്തിലൊന്നെങ്കിലും ഇവിടെ വരാറുണ്ട് ടീമിനെ മീറ്റ് ചെയ്യാനായിട്ട്. ബാക്കി സമയം അപ്പോൾ വർക്ക് ഫ്രം ഹോമും പിന്നെ യാത്രകളും ഒക്കെയാണ്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാനും ഇതുപോലെ കൂടെ വരും. പറ്റുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 വട്ടം മാക്സിമം, അതിക്കുള്ളിൽ പറ്റത്തില്ല. ഓഫീസിലൊക്കെ പോകണമല്ലോ. പിന്നെ പിള്ളേരുടെ കാര്യമുണ്ട്, അവരെ സ്കൂളിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. നമുക്കിവിടെ നാട്ടിലെ പോലെ സ്കൂൾ ബസ്സും സ്കൂൾ വാനൊന്നുമില്ല, നമ്മൾ തന്നെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറ്റത്തില്ല. പിള്ളേരുണ്ടാകുന്നതിന് മുൻപ് കുറച്ചും കൂടി ഓഫണായിട്ട് ഞാൻ വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അപ്പൂൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പിക്ക് ചെയ്യും ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് വീട്ടിൽ നാട്ടിൽ നിന്നൊരു കുട്ടിയുണ്ട്, ഒരു ഒപ്പയറായിട്ട്. അപ്പോൾ ആൾ ഹെൽപ്പ് ചെയ്തോളും അവരുടെ കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ വീക്കിൽ സാഹചര്യമെല്ലാം ഒത്തു വന്നതുകൊണ്ട് ഞാനും കൂടെ പോരാമെന്ന് വിചാരിച്ചു. ഈ ഒരു 10 വർഷത്തിനകത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ. മിക്കവാറും 2 ദിവസത്തേക്കൊക്കെ ആയിരിക്കും വരുന്നത്. വ്യാഴാഴ്ച വന്ന് വെള്ളിയാഴ്ച പോവുക, അങ്ങനെയാണ് യൂഷ്വലി അപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം. ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു കുഞ്ഞൊരു സിറ്റിയാണ്. കൊളോൺ ഒരു 20 മിനിറ്റ് ദൂരേ ഉള്ളൂ. സാധാരണ ഞാൻ ചെയ്യുന്നത് ഒരു ദിവസം ഈ ഹെർത്തിൽ നിൽക്കും, പിറ്റേ ദിവസം കൊളോൺ സിറ്റിയിൽ പോകും. എനിക്ക് തോന്നുന്നു ഞാൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സിറ്റി അതുകൊണ്ട് കൊളോൺ ആയിരിക്കും. ഈവൻ ആംസ്റ്റർഡാം പോലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഇതിങ്ങനെ ഈ 10 കൊല്ലത്തിനകത്ത് പല പ്രാവശ്യം വന്ന് എനിക്ക് ഇവിടുത്തെ ഓരോ ഷോപ്പുകളും എവിടെയാണെന്ന് നല്ല കൃത്യമായിട്ട് അറിയാം. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഈ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരേ സ്ഥലത്തോട്ടല്ലേ പോകുന്നത്, അപ്പോൾ എന്തോ പിന്നെയും കാണാനുള്ളതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചയൊന്നുമല്ല. ഇവിടെ ഒരു നല്ലൊരു ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടെ പോയി കുറേ നേരം അതിനകത്തോടെ നടക്കും. പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യും. ഒരു കംപ്ലീറ്റ് മീ ടൈമാണ് 2 ദിവസം. ആരുമില്ല, നമ്മൾ തന്നെ ഇങ്ങനെ നടക്കുന്നു. അതെന്തോ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേക ഒരു ചാമുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കൊളോണി പോകും. ഇതാണ് സാധാരണ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം. ഇത്തവണ പക്ഷേ ഞാൻ കൊളോണി പോകുന്നില്ല. കാരണം 2 കാര്യമാണ്. 2 മണി കഴിയുമ്പോൾ 3 മണി കഴിയുമ്പോൾ പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ കൊളോണി പോയിട്ട് അവിടെയൊക്കെ നടന്ന് പിന്നെയും തിരിച്ച് വരാനുള്ള സമയമില്ല. സാധാരണ ഞാൻ ചെയ്യുന്നത് അപ്പൂനെ രാവിലെ ഹെർത്തിൽ അപ്പൂൻ്റെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. ഞാൻ എന്നിട്ട് ഇവിടെയൊക്കെ നടക്കും, കുറച്ച് നേരം നടക്കാൻ പോകും, കുറച്ച് നേരം ആ മോളിൽ ഇറങ്ങി നടക്കും. എന്നിട്ട് പിന്നെ അപ്പൂനെ ജോലി കഴിയുമ്പോഴേക്കും പോയി പിക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ അപ്പൂൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 5 മിനിറ്റ് അടുത്തുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ വരും, സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ അപ്പൂനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ കൊളോൺ പോകും. പിന്നെ വൈകുന്നേരം അപ്പൂനെ വന്ന് പിക്ക് ചെയ്യും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 ദിവസം ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നു, അധികാരോട് സംസാരിക്കാനില്ല, ഒന്നുമില്ല. അതൊരു പ്രത്യേക സുഖമാണ്. വേറെ തലവേദനകളൊന്നുമില്ല, ഓഫീസിലെ തലവേദനകളൊന്നും ചിന്തിക്കാതെ 2 ദിവസം ഭയങ്കര കാമായിട്ട് പോകുന്ന 2 ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നത്. ഇടയ്ക്കെൻ്റെ ഞാൻ ഒന്ന് ഡിസ്ട്രാക്റ്റഡായി, ഒരാൾ നോക്കി ചിരിച്ചു പോയാൾ. അപ്പോൾ ഈ 2 ദിവസത്തെ വിശേഷം. ഇതിപ്പോൾ വ്യാഴാഴ്ച വന്ന് വെള്ളിയാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ അത് പോയതിൻ്റെ ചുമ്മാ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തവണ അതൊരു വ്യത്യാസമായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ മോളിൻ്റെ അടുത്തെത്തി. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞാൻ ഓപ്പൺ പാർക്കിങ്ങിലായിട്ടത്. കാരണം ഇപ്പോൾ പുതിയൊരു റൂള് കണ്ടത്, ഉള്ളിൽ പാർക്കിങ്ങിന് 2 hours മാക്സിമം പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓപ്പൺ പാർക്കിങ്ങിലിട്ടു. അതാകുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്, ക്രോസ് ചെയ്താൽ മതി. ഹെർത്ത് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. രാവിലെ ബ്രെഡിൻ്റെ വണ്ടിയൊക്കെ വന്നിട്ട് ഡെലിവറി ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ അവർക്ക് ബ്രെഡാണല്ലോ അവരുടെ മെയിൻ ഫുഡ്. ബേക്കറീസൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ സമയമായിട്ട് അധികം തിരക്കൊന്നും ഞാൻ കണ്ടില്ല. കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ആ ബേക്കറിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു കുട്ടികൾ കളിക്കുന്ന സാധനം യൂഷ്വലി ഫെസ്റ്റീവ് സീസണിലാണ് കാണാറ്. പക്ഷേ ഇവിടെ ഞാൻ എപ്പം വന്നാലും ഇത് കാണാറുണ്ട് ആക്റ്റീവായിട്ട്.
ഞാൻ ആദ്യം പോകുന്നത് ടോയ്ലറ്റ് തപ്പിയാണ്. ഒന്ന് കുറച്ച് നേരം 3 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് വന്നേലേ ഒന്ന് ഫ്രഷായി പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ സാധാരണ മോള് പോലെയല്ല. ഇത് കൂടുതലും ഒരു ഓപ്പൺ മോളാണ്. ഒരുപാട് ഓപ്പൺ സ്പേസുകളുണ്ട്. നമുക്ക് ആ സൺലൈറ്റ് നല്ല വിശപ്പുണ്ട്. ഒരു കോഫിയും കുടിച്ച് നമുക്കൊരു എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു നല്ല ഇറ്റാലിയൻ ഷോപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു സ്ഥിരം സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് രാവിലെ തുറന്നിട്ടുണ്ടോ നോക്കട്ടെ. ഒരുപാട് ഷോപ്സും ഒക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. നോക്കാം, തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാം. എന്താ നമ്മളുടെ ഇറ്റാലിയൻ കഫേ തുറന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഐസ്ക്രീമും കേക്കും ഒക്കെ വെളിയിലിരിപ്പുണ്ട്. അതുകൂടാതെ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ അവിടെ കഴിക്കാനും കാണും. നിങ്ങൾ നോക്കിയേ, ഒരു മനുഷ്യനും ഇല്ല. രാവിലെ ആ ഒരു 10 മണി 10:30 സമയമല്ലേ, ആരും ഇല്ല അതിനുള്ളിൽ. ഇതാ ഈ ഒരു കോർണറാണ് ഞാൻ മിക്കവാറും വരുമ്പം അവിടെ ഇരിക്കുന്ന അതേ സ്ഥലമാണ് കേട്ടോ. ഞാൻ അവിടെ തന്നെ പോയിരുന്നത്. അവിടെ ഫ്രീ ആണെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ തന്നെ ഇരിക്കും. ചുമ്മാ ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിലുള്ളൊരു സുഖം. അവിടെ ആ സ്റ്റാഫ് ഒരു 3-4 പേരല്ലാണ്ട് വേറെ ഒരാൾ പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഫ്ലിപ്പർ എന്ന് പറയുന്ന ഈ സാധനം, അത് ഒരു 90% ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസും പിന്നെ കുറച്ച് ക്രീമും അതിൻ്റെ പുറത്തൊരു ബെറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെജിറ്റേറിയൻ ഓംലെറ്റുമാണ് ഞാൻ മേടിച്ചത്. അതേ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഐസ്ക്രീമിൻ്റെ പുറത്ത് കണ്ണും മൂക്കുമൊക്കെ വെച്ച് പടത്തിലുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്തായാലും എൻ്റെ ഫുഡ് പെട്ടെന്ന് വന്നു കേട്ടോ. 2 ടോസ്റ്റും ഉണ്ടായിരുന്നു കൂടെ. സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിച്ച് ഓറഞ്ച് ജ്യൂസും ആ ക്രീമും കഴിച്ച് അത്യാവശ്യം നല്ല ഹെവിയായിരുന്നു. അതുമെല്ലാം കഴിച്ച് ഞാൻ പയ്യനെ ഷോപ്പുകളിലേക്ക് കയറി ഇറങ്ങി. കൂടുതലും ഈ ഷോപ്പിംഗ് മോളിൽ തുണിയാണ് കേട്ടോ, ഡ്രസ്സാണ്. അതേ 1-2 അല്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ട്. ചുമ്മാ അതിലെല്ലാം പോയി ഒന്ന് നോക്കിയെടുത്തും നിന്നു. ഞാനൊന്നും അവിടുന്ന് വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അത് അടുത്ത ഷോപ്പിലേക്ക് കയറി. ഇത് കിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് കേട്ടോ. ജർമ്മനിയിലുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊരു കുറച്ചൊരു ലോ ബഡ്ജറ്റ് ഷോപ്പാണ്. നമുക്കൊരുപാട് സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടാറുണ്ട്. ചുമ്മാ ഇങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണുക, അതിൻ്റെ വിലയൊക്കെ നോക്കുക, ഇതൊക്കെയാണ് ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത്. എപ്പോഴും എല്ലായിടത്തുനിന്നും എന്തെങ്കിലും മേടിച്ചോളം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തെയും പുതിയ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. ഇത് കുറച്ച് പ്ലാസ്റ്റിക് ചെടികളാണ് കേട്ടോ. ചുമ്മാ ഞാൻ എടുത്തൊക്കെ നോക്കി, പക്ഷേ വാങ്ങിച്ചില്ല. പ്ലാസ്റ്റിക് ചെടി എൻ്റെ ലീസ്റ്റ് പ്രിഫറൻസ് ആണ് ആക്ച്വലി. പിന്നെ സെപ്റ്റംബറിൽ, അതായത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഓട്ടമിൻ്റെ സാധനങ്ങളുമൊക്കെ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ സെയിലിനിട്ടിരിക്കുകയാണ് അവർ. അതാണ് ഈ റെഡ് സ്റ്റിക്കർ നിങ്ങൾക്ക് പലയിടത്തും കാണാം, അത് ആ സെയിലിൻ്റെയാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബെഡ്ഷീറ്റ്, സ്യൂട്ട് കേസ്, അതേ പായ കണ്ടു ഞാനവിടെ. യൂഷ്വലി പായൊക്കെ വരുന്നതുണ്ടല്ലോ നമ്മുടെ സമ്മർ ടൈം ആകുമ്പോഴത്തേക്കുമാണ്. ഇനിയിപ്പോൾ സമ്മറല്ലേ ഇവിടെ, അപ്പോൾ ആൾക്കാർ വെളിയിലൊക്കെ ഇരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ചെറിയ പായ്ക്ക് 7 യൂറോയും വലിയൊരു പായ്ക്ക് 10 യൂറോയൊക്കെയാണ് വില. പിന്നെ ഇതേ സമ്മറിനേക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ. അതൊക്കെ ആ ഒരു ബീച്ച് സൈഡ് കാണിക്കുന്ന രീതിയിലുള്ള കുറേ ഡെക്കറേഷൻസും അതൊക്കെ ഉണ്ട് അവിടെ കണ്ടോ. എല്ലാം ആ ബ്ലൂ വൈറ്റ് തീമിൽ ഉള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോ റാക്കിലും അവരിങ്ങനെ ഓരോ തീം, ആ ഒരു കളർ തീമൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതെല്ലാം ശരിക്കും സമ്മർ എത്താറാകുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. വിൻ്റർ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ളത്, ഓട്ടം ആകുമ്പോൾ അതിനനുസരിച്ചുള്ളത്. അങ്ങനെയാണ് യൂഷ്വലി യൂറോപ്പിലെ എല്ലായിടത്തും എല്ലാ ഷോപ്പിലൊക്കെ അവരങ്ങനെയാണ് വെക്കുന്നത് കണ്ടോ. സീഷെല്ല് ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലുള്ള കുറേ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടുന്നിറങ്ങി അടുത്തൊരു ഷൂവിൻ്റെ ഷോപ്പിൽ കയറി 1-2 ഷൂ ഒക്കെ ഇട്ട് നോക്കി. ഇപ്പം സമ്മറാകുമ്പം കുറച്ച് വ്യത്യാസമുള്ള ഷൂസൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് ഷൂസ്, ബൂട്ട്സും ഒക്കെ ഉണ്ടാവുള്ളൂ കണ്ടോ. ഹാഫ് ഷൂസൊക്കെ വന്ന് തുടങ്ങി, സ്ലിപ്പേഴ്സ് ഒക്കെ വന്ന് തുടങ്ങി. ഞാൻ 1-2 എണ്ണമൊക്കെ ചുമ്മാ ഇട്ട് നോക്കി, പിന്നെ വാങ്ങിയില്ല. പിന്നെ ഇതൊരു നല്ല ലെതർ ഷോപ്പാണ് കേട്ടോ. നല്ല ലെതർ ബാഗ്സ് കിട്ടും അവിടെ, ഒരുപാട് നല്ലത്. പക്ഷേ ഞാനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞാൻ ഓൾമോസ്റ്റ് അവിടെ നിന്നൊരു ബാഗ് എടുക്കാൻ പോയതാണ്. പക്ഷേ അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. ഇത് നോക്കിക്കേ നിങ്ങൾ, ഈ ക്ലോക്ക് ഉണ്ടോ ഫ്രണ്ടിൽ, നല്ല വർക്ക് ചെയ്യുന്ന ക്ലോക്ക് തന്നെയാണ്. ആ ബാഗിൻ്റെ ഒരു ബാഗാണത്. ആ ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗം അത് എത്രമാത്രം പ്രാക്ടിക്കലാണ് നമുക്ക് യൂസ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എടുത്ത് നോക്കിയില്ല.
കണ്ടോ, ഫ്രണ്ടിൽ നല്ല വർക്ക് ചെയ്യുന്ന ക്ലോക്ക്. അപ്പൂപ്പനുമായിട്ട് ഞാൻ അത്ര തെറ്റിയുകൊണ്ട് ബാഗ് മേടിക്കാൻ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ കയറി, പീക്ക് ആൻഡ് ക്ലോപ്പൻബർഗ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പാണ്. ഇവിടെ ഡ്രസ്സൊക്കെ കുറച്ച് നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ നമുക്ക് സെയിലിന് നല്ല ഡീലൊക്കെ കിട്ടാറുണ്ട്. ഞാൻ 1-2 ഇട്ട് നോക്കിയത്, ഈ ഗ്രീൻ ഞാൻ ഇട്ട് നോക്കിയതാണ്, പക്ഷേ അതെനിക്ക് പാകമായില്ല. അവിടുന്ന് പിന്നെ ഇറങ്ങി നടക്കുകയാണ്. ഇപ്പം ലഞ്ച് ടൈം ആയി, അതുകൊണ്ട് ഇതാ മിക്ക ഷോപ്പിലും ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ബ്രഞ്ചായിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് ലഞ്ച് വേണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു കോഫി കുടിക്കണം എന്ന് തോന്നി. ഞാൻ ഈ ബേക്കറിയിൽ കയറി. ഒരുപാട് ബേക്കറീസ് ഉണ്ട് കേട്ടോ ഈ ഒരു മോളിനകത്ത് തന്നെ. എനിക്കിതൊരു 4-5 എണ്ണം ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും കഴിക്കണോ, എന്തായാലും ഒരു കോഫി കുടിക്കണം എന്ന് എന്തായാലും വിചാരിച്ചു. പക്ഷേ എന്തെങ്കിലും കഴിക്കണോ വേണ്ടത് ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള പുള്ളിക്കാരത്തി എന്നെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചു. അവിടുത്തെ ക്യാരറ്റ് കേക്ക് ഭയങ്കര നല്ലതാണ്, ഒരു ഹെൽത്തിയർ ഓപ്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു കോഫിയും ഒരു ക്യാരറ്റ് കേക്കുമാണ് മേടിച്ചത്. കണ്ടോ എന്തോരം വെറൈറ്റിയാണ് നോക്കിക്കേ ബ്രെഡിൻ്റെ. അത് കുറേ എണ്ണത്തിനൊക്കെ ഉള്ളിൽ ഒരു മാർസിപ്പൻ പോലെയൊക്കെയുള്ള മധുരമുള്ള സാധനങ്ങളൊക്കെ വെച്ചതൊക്കെയാണ്. പക്ഷേ ആ ഒരു ബേക്കറിയുടെയും അല്ലെങ്കിൽ ആ ഒരു കഫേയുടെ ഉള്ളിൽ നോക്കിയ ഒരു നല്ല നൈസ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ക്യാരറ്റ് കേക്കും കോഫിയൊക്കെ വന്നു. ഞാനത് കുടിച്ചു. ഞാൻ ക്യാരറ്റ് കേക്ക് ഫിനിഷ് ചെയ്തില്ല കേട്ടോ, പകുതിയെ കഴിച്ചുള്ളൂ. എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി എടുത്തത്, വേസ്റ്റ് ആക്കേണ്ടി വന്നു. പിന്നെ അടുത്ത ഷോപ്പിൽ കയറി. ഇത് നോക്കി, ഗിറ്റാറിൻ്റെ ഷേപ്പിൽ ഉള്ള തലയിലിടുന്ന ക്ലിപ്പ്, ഒരു ഷൂവിൻ്റെ ഒക്കെ ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ നോക്കുക. ഒരു സ്പർശന സുഖം, ഒരു ദർശന സുഖം, ഇതൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ കയറുന്ന എല്ലായിടത്തുനിന്നും ഞാൻ എല്ലാം വാങ്ങിച്ചോളണം എന്നൊന്നുമില്ല. കൂടുതലും കണ്ടോ ഡ്രസ്സാണ്, മിക്കതും ഡ്രസ്സാണ് എല്ലാ ഷോപ്പിലും കാണുന്നത്. പിന്നെ ബാഗ്, എനിക്കൊന്ന് പെണ്ണുങ്ങൾക്കായിരിക്കും ഇതൊക്കെ കുറച്ചും കൂടെ റിലേറ്റബിൾ. ആണുങ്ങൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല ഈ ഒരു ഷോപ്പിംഗ് ഇത്. പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ കയറി, മുള്ളർ എന്ന് പറഞ്ഞിട്ട്, അതും ഒരു ഫേമസ് ഇതാണ്. ഇപ്പം ഈസ്റ്റർ എടുക്കാറാവുമ്പോൾ ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നത്. ഈസ്റ്ററിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് ബണ്ണീസ്, നമ്മുടെ റാബിറ്റില്ലേ അതിൻ്റെ കുറേ ഷേപ്പിൽ ചോക്ലേറ്റ് ഉണ്ടാവും. ഈസ്റ്റർ എഗ്സ് ഒക്കെ ഉണ്ടാവും. അതൊരു വലിയ ഈസ്റ്റർ എഗ്ഗാണത്. ഇത് എല്ലാ ചോക്ലേറ്റ് ഷോപ്സിലും ഉണ്ടാവും. അല്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും ഒക്കെ ഒരുപാട് ഈസ്റ്റർ ടൈം ആകുമ്പോൾ ഇതുപോലെ ഈസ്റ്റർ ബണ്ണീസും ഈ ഈസ്റ്റർ എഗ്സും ഒരുപാട് കാണും. ഞാൻ ഈ ഷോപ്പിൽ കയറിയത് എനിക്കൊരു ഈ 2 സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടുത്തെ നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു. നല്ല അഫോർഡബിൾ ആണ്, നല്ലതായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്തു 2 എണ്ണം. എൻ്റെ തീർന്നു പോയായിരുന്നു. പിന്നെ ഇതൊരു കോസ്മെറ്റിക് ഷോപ്പും പെർഫ്യൂമും എല്ലാം കിട്ടും ഈ ഒരു മുള്ളർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും പയ്യനെ അപ്പുൻ്റെ കോള് വന്നു. ഓക്കെ 5:30 ആകുമ്പോഴത്തേക്കും വരണം എന്ന് പറഞ്ഞിട്ട്. എന്നാലും അപ്പോൾ എനിക്ക് ഇനി സമയം ഉണ്ടായിരുന്നു. അതിന് മുൻപ് എനിക്ക് വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. എന്നാലും ഞാൻ ഒരു ഷോപ്പിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് കടയാണ്. ഒരു ദർശന സുഖം, കണ്ണിന് ഇഷ്ടമുള്ള കാഴ്ചയാണ് ഈ കടയിൽ കേട്ടോ. ഇവിടെ കുറേ ഈ നെതർലൻഡ്സിലുണ്ട് ഈ ഒരു സെയിം ഷോപ്പ്. ഇതിനകത്ത് കുറേ മാല, കമ്മൽ, കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ. പേഴ്സ്, മാല, കമ്മൽ, കയ്യിലിടുന്ന ഓർണമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര ക്യൂട്ട് കളക്ഷൻസ് ആയിരിക്കും ഇവരുടേത്. അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ ഷോപ്പ്, അത്ര ചീപ്പല്ലാതെ. പക്ഷേ അവരിങ്ങനെ ഒരു കളർ തീം അനുസരിച്ചിട്ടാണ് അവരുടെ ഓർണമെൻറ്റ്സ് എല്ലാം വയ്ക്കുന്നത്. എനിക്ക് നോക്കുമ്പോൾ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സൈഡിൽ മുഴുവൻ നീല, ഒരു സൈഡിൽ മുഴുവൻ പച്ച, ഇതേ നോക്ക് ബ്ലാക്ക് എല്ലാം കൂടെ ഒരു സൈഡിൽ, അങ്ങനെ അവർ വിൽക്കും. അതും നല്ല ബ്യൂട്ടിഫുൾ പീസസാണ് ഇവരുടെ എല്ലാം കേട്ടോ, അത്യാവശ്യം എല്ലാം. ഈ കമ്മൽ നോക്കി, ഇത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഗ്ലാസ്, ശരിക്കും അതൊരു ക്രിസ്റ്റൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പൂവിൻ്റെ പല ഇതിൽ അതിൻ്റെ തന്നെ റെഡ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇതിട്ടാൽ എത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഹെവി ആയിരുന്നു. അതിൻ്റെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരെണ്ണം, പിന്നെ അതേ നോക്ക് ഒരു ക്രിസ്റ്റലിൻ്റെ വേറൊരെണ്ണം, ഡാർക്ക് വയലറ്റ് കളർ. അപ്പോഴേക്കും ഇറങ്ങാനുള്ള സമയമായി. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. കുറച്ചുകൂടെ ആൾക്കാരുണ്ട്, തിരക്കുണ്ട്. ഞാനിവിടെ കൂടുതലും പ്രായമായ ആൾക്കാരാണ് കേട്ടോ, റിട്ടയർഡ് ആയ ആൾക്കാരാണ് ഞാൻ കൂടുതൽ ഇവിടെ കാണാറുള്ളത്. കാരണം എസ്പെഷ്യലി വീക്ക് ഡേ അല്ലേ,
അപ്പോൾ അവർക്കായിരിക്കുമല്ലോ ഫ്രീ ആയിട്ട് അങ്ങനെ സമയം കിട്ടുന്നത്. അതാ ഞാൻ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് പയ്യെ നടന്ന് ഞാനിങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടെ സൈഡിലോട്ടൊരു വാക്കിംഗ് ഏരിയ ഉണ്ട്. അത് ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത്രയും പ്രാവശ്യം വന്നിട്ടും അവിടുന്ന് ഉള്ളിൽ നിന്ന് ആൾക്കാരൊക്കെ നടന്നിങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ അങ്ങോട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ തൽക്കാലമുള്ള കറക്കം നിർത്തി. ഇനി വേഗം പോയി അപ്പുവിനെയും പിക്ക് ചെയ്ത് ആദ്യം ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് എവിടെയെങ്കിലും പോകണം. കൊളോണിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കൊളോൺ സിറ്റിയിലേക്ക്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ